കർത്താവേ, ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തെയും ഇതിനുവേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന എല്ലാ ദൈവമക്കളെയും അങ്ങ് കഴുകി വിശുദ്ധീകരിച്ച് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവിലാവിൽ നിന്നുമൊഴുകും തിരുചോരത്തുള്ളിയാ കഴുകേണം എന്നെ പൊന്നു കർത്താവേ. ഈ ദേവാലയം ഇരിക്കുന്ന സ്ഥലവും ഈ ദേവാലയത്തിൻ്റെ മുഴുവൻ ഇടവകാംഗങ്ങളെയും ഈ ദേവാലയം ഇരിക്കുന്ന ഒരു 10 കിലോമീറ്റർ ചുറ്റളവ് മുഴുവനും യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ കഴുകി സ്വർഗം തുറന്ന മാലാഖമാർ ഈ ദേവാലയത്തിലേക്ക് ഇറങ്ങി വന്ന് വിശുദ്ധന്മാരുടെ സംഘങ്ങൾ ഈ ദേവാലയത്തിലേക്ക് ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഈ ദേവാലയത്തിൽ കത്തിപ്പടരുവാൻ എല്ലാ വിശുദ്ധന്മാരുടെയും മാധ്യസ്ഥത ഞങ്ങൾ തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന 3 ദിവസത്തെ ധ്യാനയോഗത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങനെക്ക് നൽകിയിരിക്കുന്ന പ്രധാന ആചാര്യത്വ നൽവരത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടുകയും ഇവരുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയും ഇവരുടെ ഭവനങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവകൃപ നിറയുകയും ചെയ്യാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ ഗാനം ഒന്ന് പാടാം. ഓ തമ്പുരാനെ, ഞങ്ങളെല്ലാവരെയും കഴുകണമേ. ഓരോ മക്കളെയും അവരുടെ പഞ്ചേന്ദ്രിയങ്ങളെ, ഹൃദയം, മനസ്സ്, ആത്മാവ്, ചിന്തകള് എല്ലാം കഴുകപ്പെടട്ടെ. പൈശാചികമായ സ്വാധീനങ്ങൾ വിട്ടുപോകട്ടെ. മനസ്സിന്റെയും ശരീരത്തിന്റെയും ആത്മാവിന്റെയും ചിന്തകളുടെയും മണ്ഡലങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മോചിപ്പിക്കണമേ. അലസത, തിരുവചനം സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, പ്രയാസങ്ങള്, ഹൃദയം അടഞ്ഞു പോയിരിക്കുന്ന അവസ്ഥ, കഠിന ഹൃദയങ്ങൾ, പശ്ചാത്തപിക്കാൻ പറ്റാത്ത വിധം, പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധം മനസ്സ് അടഞ്ഞുപോയ അവസ്ഥകള് ഇപ്പോൾ കർത്താവ് മോചനം പ്രാപിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത തേടുന്നു. ഈ ധ്യാന ശുശ്രൂഷയെ പരിശുദ്ധ അമ്മയ്ക്കായി സമർപ്പിക്കുന്നു. ഈ ദേവാലയത്തിൻ്റെ കാവൽ പിതാവായ പരിശുദ്ധനായ അബ്ദുൽ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവായുടെ പ്രത്യേക മാധ്യസ്ഥം തേടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. എല്ലാവർക്കും ശാന്തമായിരിക്കാം. ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദേവാലയത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 65-ാമത്തെ വചനം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6:65. എൻ്റെ പിതാവിനാൽ വരം ലഭിച്ചിട്ടല്ലാതെ ആരും എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. എന്താണ് വചനം? എൻ്റെ പിതാവിനാൽ വരം ലഭിച്ചിട്ടല്ലാതെ ആരും എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് അല്ലെങ്കിൽ ദൈവതിരുസന്നിധിയിലേക്ക് ഒരു വ്യക്തി വരണമെങ്കിൽ ആര് വിചാരിക്കണം? പിതാവിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ ഇറങ്ങി വന്ന് ആ വ്യക്തിയുടെ ഉള്ളിലിരുന്ന് പ്രവർത്തിച്ച് നീ ദേവാലയത്തിലേക്ക് പോവുക, അല്ലെ നിനക്കതിനോട് ആവശ്യമുണ്ട്, നിനക്കവിടെ അനുഗ്രഹം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ പ്രചോദിപ്പിച്ച് നിന്റെ പഞ്ചേന്ദ്രിയങ്ങളെയും തലച്ചോറിനെയും ശരീരത്തെയും പ്രത്യേകമായി പ്രചോദിപ്പിച്ചാൽ മാത്രമേ
ഒരു വ്യക്തിക്ക് എവിടെ വരാൻ പറ്റത്തുള്ളൂ? ദേവാലയത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കാൻ യേശുക്രിസ്തുവിന് മുമ്പിൽ വരാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെയും ഇവിടെ ഇപ്പോൾ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് ആരാണ്? ദൈവത്തിൻ്റെ ആത്മാവാണ്, പിതാവിൻ്റെ ആത്മാവാണ്. ആരാണ്? പിതാവായ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ ഉള്ളിലെല്ലാം ആരുണ്ട്? ആരുണ്ട്? പിതാവിൻ്റെ ആത്മാവ് ഉള്ളിലിരിക്കുന്ന മനുഷ്യരാണ് നിങ്ങൾ ഓരോരുത്തരും. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ കയറിയ മനുഷ്യന് പറയുന്ന പേരെന്താണെന്നറിയോ? റോമർക്ക് എഴുതിയ ലേഖനം 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പം നിങ്ങളിപ്പോൾ ആകർഷിക്കപ്പെട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന ഏതാത്മാവിനാലാണ്? പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ആൾക്ക് പറയുന്ന പേരെന്താണ്? ദൈവത്തിൻ്റെ പുത്രൻ എന്ന് നീ വിളിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തി ആരാണ്? ദൈവത്തിൻ്റെ പുത്രനും ദൈവത്തിൻ്റെ പുത്രിയുമാണ്. ഈ ഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കുമ്പോൾ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന സമയത്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ അവസാനമായിട്ട് വാഗ്ദാനം ചെയ്യുന്നത്? യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ്. സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് എവിടെ വെച്ചാണ് സ്വർഗാരോഹണം ചെയ്തത്? എവിടെ വെച്ചാണ് സ്വർഗാരോഹണം ചെയ്തത് കർത്താവ്? പറവൂരോ? എവിടെയാ? ഒലിവ് മലയിൽ വെച്ച് കർത്താവ് മലയുടെ മുകളിൽ നിന്ന് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞ വാക്കെന്താണെന്നറിയാവോ? എന്താ പറഞ്ഞത്? ഏറെ താമസിയാതെ നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ വാക്യം എന്തിനാണ് ആത്മാവ് വരുന്നെന്ന് പറയുകയാണ്. അപ്പം നിങ്ങളെ ഓരോരുത്തരെയും നയിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആരാണ്? മാമോദീസ തൊട്ടിയിൽ വെച്ച് നിങ്ങളെ അഭിഷേകം ചെയ്ത പരിശുദ്ധാത്മാവാണ് നിങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. ആത്മാവ് എന്തിനാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നതാണ് അവിടെ പറയുന്നത്. ഇതാ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എന്ത് പ്രാപിക്കും? ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങളിൽ ശക്തി പ്രകടമാകാൻ തുടങ്ങും. എന്തിനുള്ള ശക്തിയാ? എന്തിനാ ദൈവം പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്നത്? എന്തിനുള്ള ശക്തിയാണ് കിട്ടുന്നത്? എന്തിനുള്ള ശക്തിയാണ് കിട്ടുന്നത്? ഞാൻ ഈ നാട്ടുകാരനെയല്ല, ഞാൻ പറവുകാരനല്ല എന്ന മട്ടിലാണ് നമ്മുടെ ഇരിപ്പ്. എന്തിനുള്ള ശക്തിയാണ്? അടുത്ത വചനത്തിൽ പറയുന്നുണ്ട്. ഇതാ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ഭൂരിപക്ഷം ആളുകളും യാക്കോബായക്കാരാണെന്ന് എനിക്ക് പ്രസംഗത്തിൻ്റെ ആദ്യം തന്നെ മനസ്സിലായി. എനിക്കങ്ങനെ ഒരു കഴിവുണ്ട്. എന്താണ്? ഇതാ വേദപുസ്തകത്തിലെ കാര്യം ചോദിച്ചാൽ ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന മട്ടിൽ ഇരിക്കുന്നത് കണ്ടാൽ അപ്പം മനസ്സിലായിക്കോണം അവരാരാണ്? യാക്കോബായക്കാരൻ.